എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കൂടുതലായിട്ട് വീണില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ NH66 ആണല്ലോ ഇപ്പോൾ ചർച്ചയായിട്ട് നിൽക്കുന്നത്. ഈ NH66 പലയിടങ്ങളിലായിട്ട് പണി നടക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ഈ പലയിടത്തായി നമ്മൾ പലരും കണ്ടിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്രക്കാരെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടുകൊണ്ടുള്ളൊരു യാത്ര ഞാൻ കണ്ടിട്ടേയില്ല. ഞങ്ങളുടെ വീടിന് മുമ്പ് ഈ പണിയായിട്ട് 12 ദിവസം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. മാന്തി ഇട്ടു, ചള്ളയ്ക്കകത്തൂടെ പോയി മറിഞ്ഞടിച്ച് വീണു. ഞാൻ താമസിക്കുന്നിടത്ത് 2 ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് പുറത്തു പോകാൻ പറ്റിയില്ല. ഇത്തരത്തിൽ അതിമനോഹരമായി ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത്രയ്ക്ക് അവരെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ നൽകുന്ന ഒരു NHന്റെ പണിയാണ് ഇപ്പൊ കേരളത്തിലോ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചൊല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയത്തിലേക്ക് തന്നെ ആദ്യം വരാം. ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലിനകത്ത് ഈ ബിൽഡിങ് പണിയുമായിട്ട് ബന്ധപ്പെട്ട, മതിൽ പണിയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു നൽകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇദ്ദേഹം 29 നവംബർ 2024 ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഒറ്റക്കല്ല് വീതിയിൽ ഇത്രയും ഹൈറ്റ് നിൽക്കുമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം പങ്കുവച്ചു. സംശയം പങ്കുവച്ചതിന് ശേഷം 6 മാസങ്ങൾക്കുള്ളിൽ ആ ബിൽഡിംഗ് താറുമാറായി തകർന്നു വീഴുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1-2 വീഡിയോസ് കണ്ടിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. 24 പോസ്റ്റ് പറയുന്നത് ആ പോസ്റ്റ് അന്ന് ഇടാനുള്ള ഒരു സാഹചര്യത്തിന് ഈ പുള്ളിക്കാരനാണ് ഈ ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നല്ല അടിപൊളിയാണ്, നിങ്ങൾ പറ്റുന്നവരെല്ലാം കാണുക. നമുക്ക് ഇപ്പൊ ബേസിക്കലി ഈ പുള്ളി പറയുന്നതിനകത്ത് ഒരു തേങ്ങ നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളെ കുറിച്ച് വലിയ അറിവില്ലാത്തവർക്ക് നിങ്ങൾ കണ്ടോ, എനിക്കൊരു കിണ്ടിയും മനസ്സിലായില്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടോ. ദുപ്പുള്ള ഏരിയനെ ഒരു കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കുഴപ്പമുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ മലപ്പുറം വെച്ച് ഇപ്പം ചേളാരി കഴിഞ്ഞാല് തലപ്പാറ, കൂരിയാട്, കോട്ടക്കലിന് മുമ്പ് പാലശ്രമടക്ക പാട വരുന്നത്. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ കട്ട വെച്ചാണ് കെട്ടിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഓൾക്ക് വട്ടപ്പാറ ഭാഗത്ത് ബയോഡക്റ്റ് പാലം കൊടുത്ത മാതിരി ഫില്ലർമേൽ പാലം കൊടുത്തിട്ടാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ കട്ട വെച്ച ഏരിയയാണ് അവിടെ പാണമ്പ്ര ചേളാരി ഉറപ്പുള്ള ഏരിയയിൽ. അവിടുത്തെ കട്ടക്ക് ഒന്നും സംഭവിക്കില്ല. കട്ട സംഭവം സെറ്റാണ്. ഒരു കട്ടനെ കുറിച്ച് പഠിച്ച് അതിന്റെ കംപ്രസിംഗ് സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പാടവക്കത്ത് ചതുപ്പുള്ള ഏരിയയിൽ ഈ കട്ട കെട്ടുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ സെറ്റപ്പിൽ കൊടുക്കേണ്ടതായിരുന്നു. അത് ഓൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നമാണ് ഇപ്പോൾ. ലത്തീഫിന്റെ ഒരു അഭിപ്രായ പ്രകാരം നിങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ കുറെ നാളെ നിൽക്കുന്ന ആളാണല്ലോ, എന്താണ് ഒരു പ്രശ്ന പരിഹാരം ഇവിടെ നമുക്ക് ഏറ്റവും വേഗത്തിൽ? ആണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇവർ എന്ത് ചെയ്താൽ മതി അറിയോ, ഈ ചതുപ്പുള്ള ഏരിയയിൽ ഈ പാലം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ, ഈ ലൈൻ വരുന്നിടത്ത് ഏകദേശം ഒരു 5-6 മീറ്റർ പൈലിംഗ് ചെയ്യില്ല. അതേമാതിരി ഇടയ്ക്ക് ഒരു പൈലിംഗ് കൊടുത്തിട്ട് ആ ലൈനിൽ കറക്റ്റ് 4-5 മീറ്റർ താഴ്ചയിൽ മാന്തിയിട്ട് റീറ്റെയിനിങ് വാളി എത്ര മീറ്റർ ആണെന്നറിയോ, ഏകദേശം 1 മീറ്റർ വീതിയിൽ വാൾ അടിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് 2 സൈഡ് കെട്ടുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു. കാരണം മണ്ണിരുന്നാണ്. പക്ഷെ ഇവരെ പണിക്ക് ഒറ്റക്കട്ട ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ, കറക്റ്റ് കൊണ്ടായിട്ട് 2-3 വരെ പഠിത്താൽ നെറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ ആ റോളർ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നു, മണ്ണിനെ സെറ്റാക്കി ചെയ്യുന്നത്. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ആ ധൈര്യമാണ് ഒരു വിചാരിച്ചുണ്ടാവുക. പക്ഷേ ചതുപ്പിൽ അടി ഇരുന്ന് പോയി നമുക്ക് വരാൻ പറ്റുമോ? ഓരോന്നിനും ഓരോ ടെക്നോളജി ഉണ്ട്. കട്ടക്ക് ഇവിടെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇവിടെ വന്ന കുഴപ്പം എന്താ അറിയോ, മണ്ണിനാണ് കുഴപ്പം വന്നിട്ടുണ്ട്. വെള്ളമിറങ്ങി ഇവര് ഈ കട്ട വെച്ച് കെട്ടിയിട്ട് ഈ കട്ടന്റെ ടോപ്പ് ലെവലിൽ കറക്റ്റ് മണ്ണ് നിരത്തിക്കാണ്ട് 1 മാസം മഴക്കാലത്ത് ഇങ്ങനെ നിർത്തിക്കുകയാണെങ്കിൽ ഈ കട്ട മൊത്തം എത്ര ഉന്തുവണ്ടി ഇറങ്ങി കയറിയാലും ഇത് പൊളിഞ്ഞു പോകും. കാരണം എന്താണ്, മണ്ണ് വെള്ളം കുടിക്കും. പക്ഷേ ഇതിന്റെ മുകളിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, 8 ഇഞ്ച് 9 ഇഞ്ച് കനത്തിൽ നല്ല സൂപ്പർ ഡാറിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡാറിങ് ചെയ്താൽ എന്തായി, വാട്ടർ പ്രൂഫായി. ഈ മണ്ണിന്റെ മുകളിലത്തെ വാട്ടർ പ്രൂഫാണ് ഈ റോഡിൽ എന്ത് ഡാറിങ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് എല്ലാവരോടും പറഞ്ഞിരി, ഒരു ഡാറിങ് പവറാണ്. അപ്പൊ ഒരു വാട്ടർ പ്രൂഫ് ചെയ്ത മാതിരി ആയതുകൊണ്ട് ഈ മഴവെള്ളം മൊത്തം ഒലിച്ചു വന്നിക്കാണ്ട് ആ പാരപ്പറ്റമ തട്ടിക്കാണ്ട് ഇട്ട് ഓട്ടേക്കാണ്ട് പോയിക്കോളും. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താണ്, അടി ഇരുന്നപ്പോ എല്ലാം പാടെ കണക്കുണായതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ വെള്ളം ഇറങ്ങിയത് ഇവിടെ പ്രശ്നമായിട്ടുണ്ടോ? ഇപ്പൊ ഈ ഇടിഞ്ഞതിന് വെള്ളം ഇറങ്ങിയത് പ്രശ്നമായിട്ടുണ്ടോ? പ്രശ്നമുണ്ട്. ഇനിയിപ്പോ എന്താ ഉണ്ടാകാൻ വേണ്ടി പോകണറിയോ, ഇതിപ്പോ ഏകദേശം മൊത്തം കട്ട പോയിട്ടില്ല. ഒരു 6 മീറ്റർ വീതിക്കാണ് പോയിട്ടുള്ള ഇടയിൽ. ഇനി ഈ മഴ ഒരു 2 ദിവസം നിൽക്കാതെ മഴ എഴുതിക്കാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് നോക്കണം, മൊത്തം കുണ്ട എടുക്കണേ. അതിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ മതിൽ മൊത്തം പോകും. 3 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ ഇങ്ങോട്ടൊക്കെയാണ് 400-500 മീറ്റർ ലെങ്ത് വെക്കാണ്. ഇതിനൊരു ഫില്ലർ ഓടി കൊടുത്തില്ല, ഒറ്റ സ്ട്രൈറ്റ് ആണ്. അപ്പം ഇവിടെ ഞാൻ എത്രയും പെട്ടെന്ന് ദാർപ്പായിട്ട് കെട്ടി മൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വാള് എന്താവും, പൊളി. ഇതാണ് അദ്ദേഹം പറഞ്ഞ സാധനം. ഇദ്ദേഹം പറഞ്ഞ ഈ സാധനത്തിൽ എനിക്കൊരു കിഡ്നി മനസ്സിലായിട്ടില്ല. ഏതായാലും അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞ് മനസ്സിലായി. ഈ പറഞ്ഞ സാധനം കുറച്ചും കൂടെ ലളിതമായിട്ട് സാധാരണക്കാരൻ, അതായത് ഈ കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാത്ത, അതിലെ കുറച്ച് കാര്യങ്ങൾ അറിയാത്ത എന്നെപ്പോലുള്ള മണ്ടന്മാർക്ക് വേണ്ടിയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഈ വിഷയം എടുക്കാനുള്ള പ്രധാന കാരണം ഇതൊന്നുമല്ല. ഈ NH അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാഷണൽ ഹൈവേയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴുന്നുണ്ട്. പല ഇടങ്ങളിലായിട്ട് പല തവണ പല അവസരങ്ങളിൽ പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഒന്ന്, ഇവർ റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് വേറെ,
അതിനോടൊപ്പം ഇവരുടെ മറ്റ് കലാപരിപാടികൾ, ഇവരുടെ പണിയുടെ ഒരു സ്ട്രെങ്ത് വേറെ. ഞാൻ ഒന്ന് രണ്ട് ഈ റോഡ് താറുമാറായ സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇത് ഇവർ പറയുന്ന സ്ഥലങ്ങൾ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഒന്നും മറ്റേ ജെന്യുവിനിറ്റി ഞാൻ പറയുന്നില്ല, നമുക്ക് ചുമ്മാ കുറ്റം പറയാനായിട്ട് കാണാം. ഇതിനകത്ത് പറയുന്നത് ആ വീഡിയോ, ആ മതിൽ ഇങ്ങനെ പണിഞ്ഞു വെച്ചതിൻ്റെ മേളിൽ വണ്ടി കയറിയപ്പോഴത്തേനും താഴ്ഭാഗം വെളിയിലോട്ട് വന്നു, അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവമല്ല എങ്കിൽ പോലും ഇത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. ഞാൻ കണ്ടിട്ടുള്ള സാധനമാണ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതൊരു 2 മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 2-3 മാസങ്ങൾക്കുള്ളിൽ കൊല്ലത്ത് പൊളിഞ്ഞു വീണ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. ഇത് മാത്രമല്ല, ഈ ചാത്തന്നൂർ, കൊട്ടിയം, പാരിപ്പള്ളി മേഖലയിലെല്ലാം, ഈ സ്ഥലങ്ങളിലെല്ലാം ഇവർ ഈ നാട്ടി വെക്കുന്ന തൂണ് പലയിടങ്ങളിലായിട്ട് പൊളിഞ്ഞു വീഴുന്ന സാധനം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മഴ തുടങ്ങുമ്പോൾ ഇതൊക്കെ കൂടത്തേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വിള്ളൽ വീഴുന്നുണ്ട്. ഈ വിള്ളൽ കുറെ പശ തേച്ച് ഒട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടെ നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. മികച്ച സാധനം. നമുക്ക് ഏതെങ്കിലും വിള്ളൽ വീണതിൻ്റെ ഒന്നും കൂടെ ഒന്ന് കാണാം. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് ബാക്കിയും കൂടെ കാണാം. എല്ലാം കൂടെ കണ്ട് നമുക്ക് ഒന്നിച്ചൊരു കഥ അങ്ങ് പറയാം. രാവിലെ ഉണ്ട്, ഇന്നലെ മുതലുണ്ട്. വീണ്ടും നമ്മളെ കൺമുന്നിൽ മണ്ണിടിയാണ്. നിങ്ങളെ കണ്ടുകൊണ്ടേ മണ്ണ് ഇടിഞ്ഞിടിഞ്ഞു വരുന്നത്. അത് ഇതിനാക്കാണെങ്കിൽ കഷ്ടമാണ് അവിടെ ആ വീടിന്റെ ഭാഗത്ത്. അത് കണ്ടില്ലല്ലേ നിങ്ങള്? ജനങ്ങളെ സുരക്ഷ, ഇവിടുന്ന് യാത്ര ചെയ്യുന്ന വണ്ടികളെ സുരക്ഷ. എന്ത് സുരക്ഷ? നമുക്ക് ബാക്കി കാണാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേറെ അടുത്ത റോഡിന്റെ നടുവിലൂടെ വന്ന വരയെ കുറിച്ച്, വരയല്ലല്ലോ, കട്ടർ, ഒരു കുഴി വന്ന്, നീളത്തിലുള്ള കുഴി. ഇത് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ബ്രിഡ്ജാണ്. പുതിയ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്താണ് നാഷണൽ ഹൈവേ 66. അതിൽ ഇത് ഇന്നലത്തെ മഴ കാരണമാണെന്ന് തോന്നുന്നു, ഇതാ വലിയൊരു ക്രാക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാവാം. ഈ റോഡിന്റെ നടുക്കിൽ, ഒരു പുതിയതായിട്ട് പണിത റോഡിന്റെ നടുക്ക് ഒരു ക്രാക്ക് വീഴുന്ന സാധനം. ഇനി നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കേന്ദ്രം പറയും ഇത് ഞങ്ങൾ കൊടുത്തതാണ്, കേരളം പറയും ഇത് ഞങ്ങൾ കൊടുത്തതാണ്. ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേന്ദ്രം പറയും ഇത് ഞങ്ങളുടെയല്ല അവരത് തരേണ്ടത്, കേരളം പറയും ഞങ്ങളുടെയല്ല അവരത് തരേണ്ടത്. ഇങ്ങനെ ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും നടക്കുമ്പോൾ ക്രെഡിറ്റ് എനിക്ക് വേണം, ഒന്നും നടന്നില്ലെങ്കിൽ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. നീ എടുത്ത് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആദ്യം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മന്ത്രിയായ റിയാസ്, അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം എത്ര നന്നായിട്ടാണ് ഈ ഒരു റോഡിൻ്റെ സുരക്ഷയെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. ഇവിടുത്തെ ഈ ഒരു വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതൊന്നും നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ പണിയുന്നതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഈ റോഡിലൂടെ കടന്നു പോകുന്നത്? എവിടൊക്കെയാണ് ഇനി ടോൾ വരാൻ പോകുന്നത് കണ്ടറിയാം. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തണ്ടേ? ഏതോ ഹിന്ദിക്കാർ വന്നിട്ട് എങ്ങനെയോ പറയുന്നു നമ്മുടെ നാട്ടിൽ മഴ കൂടുതൽ ലഭിക്കുന്നതാണ്, അപ്പോൾ ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് വേണ്ട ഈ റോഡും സാമാനും എല്ലാം കൂടി ഇവിടെ കെട്ടിപ്പടുത്താനായിട്ട്. ഏതായാലും നമുക്ക് നമ്മുടെ മന്ത്രി പറയുന്നത് ഒരു ട്രോൾ പേജിൽ വന്നത് ട്രോളായിട്ട് തന്നെ നമുക്ക് കാണാം. ആഴ്ചയിൽ ഞങ്ങൾ പരിശോധിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു ടീമായി സൈറ്റുകളിൽ പോയി. ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് എല്ലാതെയും റിവ്യൂ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ റിവ്യൂ നമ്മളിപ്പോൾ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയുണ്ട്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു. ഇത് എല്ലാ ആഴ്ച ഇവർ എവിടെ പോയോ എന്താണ് പരിശോധിക്കുന്നതെന്നൊരു പിടിയില്ല. ഇനി നമ്മൾ ഇത് തന്നെ ഇപ്പം കേരളം എന്താ പറയുന്നത്, ഇത് അവരുടെ ആണ് പക്ഷെ ഞങ്ങളുടെയാണ് ഇതെല്ലാം. കേന്ദ്രം എന്താ പറയുന്നത്, കേരളത്തിലെയാണ് പക്ഷെ ഞങ്ങളുടെയാണ് ഇതെല്ലാം. ഇതേ സമയം നമ്മുടെ കേന്ദ്രത്തിൻ്റെ BJPയുടെ കണ്ണിലുണ്ണി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതും ഒരു ട്രോൾ പേജിൽ തന്നെ വന്നതാണ്, ട്രോളായിട്ട് തന്നെ കണ്ടാൽ മതി. കേന്ദ്ര ഗവൺമെന്റ് ആണ് പണിയുന്നത്. പക്ഷേ ദേശീയപാത ഏത് വഴിയിലൂടെ പണിയണം എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്.
ഈ പുള്ളിനെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതായത് ലോകമെമ്പാടും ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ മാത്രം ക്രൂഡ് ഓയിലിന്റെ വില കൂടി. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് 2 രൂപ കുറയുമ്പോൾ നമ്മൾ 1 രൂപയല്ലേ കൂട്ടുന്നുള്ളൂ, നമുക്ക് അതിന് അനുപാതമായി ഇവിടെ കൂടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഇത്രയും വിവരമുള്ളൊരു വ്യക്തിത്വത്തെ ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. അതായത് ദേശീയപാതയുടെ അലൈൻമെന്റ് തീരുമാനിക്കുന്നത് സംസ്ഥാന ഭരണകൂടമാണ്. ഈ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ ആ പ്രദേശത്തെ MLA-യും ജനപ്രതിനിധികളും പങ്കുവച്ചിരുന്നു എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അവരേതായാലും പങ്കുവെക്കുന്നത് ദേശീയപാത അതോറിറ്റി ആയിട്ടല്ല, അവർ പങ്കുവെക്കുന്നത് സംസ്ഥാന ഭരണകൂടവുമായിട്ടാണ്. അങ്ങനെ സംസ്ഥാന ഭരണകൂടവുമായിട്ട് അങ്ങനെ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ആശങ്കകൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല? ഈ സംസ്ഥാന ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിലുള്ള ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും കാലം ഫ്ലക്സ് വെച്ചിരുന്ന ആളുകൾക്കൊക്കെ അല്ല, നിങ്ങൾ ഈ പിതൃത്വം ഏറ്റെടുത്ത് ഫ്ലെക്സ് വെച്ചിട്ടില്ലായിരുന്നോ? എൻ്റെ പൊന്നെണ്ണം ഞാൻ പറയുന്നില്ല, പലയിടത്തും ഫ്ലെക്സ് വേണേൽ കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല, കുറെ കാലങ്ങളുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ വരുമായിരിക്കും. അവർക്ക് ഈ വഴിയിലൂടെ തന്നെ ദേശീയപാത പണിയുന്നത് കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടലിലാണോ അത് ചെയ്തത്? ഇതൊക്കെ അന്വേഷിക്കണം. ഏതായാലും കേന്ദ്ര ഗവൺമെന്റിൽ ശ്രീ നിതിൻ ഗഡ്കരിജിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തി നമ്മുടെ പേര് മാത്രം അതിൽ അങ്ങോട്ട് ഒഴിവാക്കി തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ, എൻ്റെ പൊന്നളവ്, നിങ്ങൾ ഈ നാടിനെ രക്ഷപ്പെടുത്തിയില്ലേലും പ്രശ്നമില്ല, ഒന്ന് ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു അനുമാനപ്രകാരം നമ്മുടെ ഗവൺമെൻറ്, അതിപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും എല്ലാം, ഞാനിപ്പോൾ ഈ ഇന്ത്യൻ ഗവൺമെൻറ്റാണ് പറയുന്നത്, കൃത്യമായി ഫണ്ട് വിനിയോഗിച്ച് അതിനകത്ത് അഴിമതി ഒന്നും കാണിക്കാത്ത ഒരു മേഖല ഡിഫൻസ് മാത്രമേ ഉള്ളെന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മുടെ മിസൈൽ അവിടെ ചെന്നിട്ട് ആയി പോയാനെ, അത് കറക്റ്റായിട്ട് നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. ഇതേ വിനിയോഗം എല്ലായിടത്തും വേണ്ടേ? ഇപ്പം നമ്മളെ ഈ NH എന്ന് പറയുമ്പോൾ അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമുണ്ട്, അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റും അതിനകത്ത് എടുക്കേണ്ട ചില മുൻകൈകളുണ്ട്. നിങ്ങൾ ഡെവലപ്മെന്റ് തരണ്ട, എൻ്റെ പൊന്നു നേതാക്കന്മാരെ, ഡെവലപ്മെന്റ് വേണ്ട. ഒന്നും മനുഷ്യന്മാരെ കൊല്ലാതെ വെറുതെ വിടാമോ? കിടക്കുന്ന രീതിയിലെങ്കിലും ഇതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. വിഷമം കൊണ്ടാണ്, ഒരു 12 ദിവസം വീട്ടിനകത്ത് ഇരുന്ന് പോയി, എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളും കൊണ്ട് ഞാൻ ആ നടുറോട്ടി മറിഞ്ഞടിച്ച് വീണ്. അത്രയ്ക്ക് മികച്ച റോഡ് പണിയാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷം മാത്രമേ ഉള്ളൂ, നന്നായി വരട്ടെ. പണി തീരുമ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പരുവത്തിലാണെന്ന് മാത്രം പറയരുത്. അത് ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കണം. കുറഞ്ഞത് ഒരു 2 മാസമെങ്കിലും നിൽക്കുന്ന പോലെ ഒന്ന് പണിയാനായിട്ട് നിങ്ങളുടെ കോൺട്രാക്ടർമാരോടൊക്കെ ഒന്ന് പറയണം പ്ലീസ്.